ചാലക്കുടി എം പി ശ്രീ ഇന്നസെന്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇന്നലെ പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് വലിയ സ്വീകരണമായിരുന്നു. എന്തായിരുന്നു ആദ്യ ദിവസം പാർലമെന്റിൽ ചെന്നപ്പോൾ? അല്ല, അത് അവിടുത്തെ ഒരു വലിയ ഓഫീസിലാണ് നമ്മൾ പല കടമ്പകളും കടന്നിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. പക്ഷെ ആ ഓഫീസിലുള്ളവരൊക്കെ വളരെ നന്നായിട്ട് പെരുമാറി എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ എന്നെ സിനിമയിൽ കണ്ടും പരിചയവും ഹിന്ദിയൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർ നമ്മുടെ മൂവികളൊക്കെ വാച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലായി. പിന്നെ പി സി ചാക്കോ ഒരു വലിയ വ്യക്തി ആയതുകൊണ്ട് അയാളെ തോൽപ്പിച്ച ആളാന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ പറയുന്നത്. എം പി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് മണ്ഡലത്തെ സംബന്ധിച്ച് ഉള്ളത്? അല്ല, മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫുൾ ഹാജര്, പലരും പല നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാജരുണ്ടാവുന്ന ആൾ എന്നുള്ള ഇത് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ നമ്മുടെ നാടിന് കിട്ടും അതൊക്കെ വാങ്ങുക. അപ്പാപ്പൻ ഇപ്പോൾ എം പി ആയിരിക്കുകയാണ്, ഡൽഹിയിലായിരിക്കും ഇനി കൂടുതൽ കാലം. ഇടയ്ക്ക് വരാൻ തോന്നുമോ അതോ എന്തായിരിക്കും അപ്പാപ്പൻ്റെ കൂടെ? എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ അപ്പാപ്പനെ വിളിക്കും. ഒരു എം പി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്താൻ ഇന്നസെന്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ രജിത്തിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.